വിടലെന്ന ജീവനക്കാർ വ്യക്തമാക്കുന്നു. പരാതികളിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടവർ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരണം 4000 കടന്നു. തീരദേശ പ്രദേശമായ ലാഗ്വയറിൽ പൂർണ്ണമായും തകർത്ത ദുരന്തത്തിൽ 10,000-ലധികം ആളുകൾ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വെനസ്വേലിയൻ പാർലമെന്റ് മേധാവി ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. ആയിരക്കണക്കിന് ആളുകളെ കണ്ടെത്താനുണ്ട്. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഔദ്യോഗികമായി ഉദ്യോഗസ്ഥർ അവസാനിപ്പിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ ബന്ധുക്കൾ ദുരന്തഭൂമിയിൽ തെരച്ചിൽ തുടരുകയാണ്. അതിനിടെ വെള്ളിയാഴ്ച തലസ്ഥാനമായ കാരക്കസിലുണ്ടായ 3.0 തീവ്രതയുള്ള ചെറിയ ചലനം ജനങ്ങളിൽ വീണ്ടും പരിഭ്രാന്തി പരത്തി. മുൻകരുതലിന്റെ ഭാഗമായി നഗരത്തിലെ പല കെട്ടിടങ്ങളും താൽക്കാലികമായി ഒഴിപ്പിച്ചു. ദീർഘകാലമായി സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന വെനസ്വേലയ്ക്ക് ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിനായി $300 മില്യൺ ദുരിതാശ്വാസ സഹായമാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഭിത്തിയിൽ നിന്നും സിമന്റ് പാളി അടർന്നു വീണ് പെൺകുട്ടിക്ക് പരിക്കേറ്റു. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഭിത്തിയുടെ മുകൾ വശത്തു നിന്നും സിമന്റ് അടർന്നു വീഴുകയായിരുന്നു. സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന പെൺകുട്ടിയുടെ ദേഹത്താണ് സിമന്റ് കഷ്ണം വീണത്. കൈക്ക് പരിക്കേറ്റ കുട്ടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കാലപ്പഴക്കം കൊണ്ട് ശോചനാവസ്ഥയിലായ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും വലിയ അപകടം ഒഴിവാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബസ് സ്റ്റാൻഡിലത്തെ ബിൽഡിംഗ് ആണല്ലോ മുനിസിപ്പാലിറ്റി